ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 275 ഭാഗത്തേക്ക് സ്വാഗതം. ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഈ മാസത്തിലെ ഒരു പ്രത്യേകത, നമ്മളുടെ കാസർഗോഡുള്ള നമ്മുടെ യുവജന വിഭാഗമാണ് ഇതിൽ പങ്കാളികളാവുന്നത്. അവരിതുവരെ ചേർന്നിട്ടില്ല. അപ്പൊ അവർക്ക് ഒരു അവസരം നൽകുകയാണ്. ജൂലൈ ഓഗസ്റ്റ് മാസം മുഴുവനും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, കാസർഗോഡിലെ കുട്ടികൾക്ക് വേണ്ടി നൽകുകയാണ്. അവരുടെ വായനയും ഭജനയും അനുഭവങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. സായിരാം. എല്ലാവർക്കും സ്വാഗതം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. നമുക്ക് വേണ്ടി ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നതും പ്രേമസായിയാണ്, കാസർഗോഡ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും എല്ലാം പ്രേമസായിയാണ്. പ്രേമസായി തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. ശ്രീസായി വാണി ഭാഗം 21 ഞാൻ വായിക്കാൻ പോകുന്നത്. ശാസ്ത്രജ്ഞനും വിശുദ്ധനും ദിവ്യനും. മാനവ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. അവയിൽ ഒന്ന് മനുഷ്യന് അതിപുരാതനമായ ഒരു ആരംഭം ഉണ്ടെന്നതാണ്. മാ അല്ല നവ പുതിയതല്ല എന്നാണ്. മാനവ എന്നത് സൂചിപ്പിക്കുന്ന അവന് അതിപുരാതനമായ ഒരു ഭൂതകാലമുണ്ട്. മറ്റൊരർത്ഥം അജ്ഞതയില്ലാതെ ജീവിക്കുന്നയാൾ. അജ്ഞത ഇല്ല വ ജീവിക്കുക. ഈ വസ്തുതയുടെ കാരണം ഇതാണ്: മനുഷ്യനിൽ അടിസ്ഥാനപരമായ പഞ്ചഭൂതങ്ങളുടെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി പവിത്രതത്വം ഉൾക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ വീക്ഷണകോണിലൂടെ മനുഷ്യാവസ്ഥയുടെ പ്രകൃതത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ സംയുക്ത കോശങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ എന്നീ 4 വസ്തുക്കൾ ചേർന്നുണ്ടായതാണെന്ന് കാണാം. ഇവ 4ഉം സംയോജിച്ചുള്ള പ്രകാശമാണ് മനുഷ്യസ്ഥിതി. ഈ ഐക്യത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ന് ശാസ്ത്രജ്ഞർ പ്രേമതത്വത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് വസ്തുക്കളുടെ പ്രകൃതത്തെക്കുറിച്ച് പര്യവേഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രേമതത്വമാണ് ആത്മീയത. പ്രേമത്തെ പിളർക്കുന്നതാണ് ശാസ്ത്രം. ദ സ്പിരിറ്റ് ഓഫ് ലവ് ഈസ് സ്പിരിച്വാലിറ്റി, ദ സ്പിരിറ്റ് ഓഫ് ലവ് ഈസ് സയൻസ്. ശാസ്ത്രജ്ഞർ പ്രേമത്തെ വിഭജിച്ചുകൊണ്ട് വസ്തുവിനെ അന്വേഷിക്കുന്നത്. അവർ പ്രേമത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് ബോധവാന്മാരല്ല, അവർ പവിത്രതയെക്കുറിച്ച് അജ്ഞരാണ്. ശാസ്ത്രജ്ഞർ വസ്തുക്കളിലേക്കുള്ള അന്വേഷണ കൗതുകം കൊണ്ട് പ്രചോദിതരാണ്. തൽഫലമായി ഇന്ന് ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ പൂർണ്ണമായി വേർപിരിയൽ ഉണ്ടായിരിക്കുന്നു. വസ്തുവും ഊർജവും വിഭിന്നമല്ല. ശാസ്ത്രജ്ഞർ വസ്തുവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെ ശരിയായ രീതിയിൽ പരിശോധിക്കുന്നില്ല. വസ്തുവിനെ ഊർജമായും ഊർജത്തെ വസ്തുവായും പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അവ രണ്ടും വിഭിന്നമല്ല. അവ വേർപിരിക്കുവാനാവാത്ത വിധത്തിൽ പരസ്പര ബന്ധമുള്ളതും പരസ്പരാശ്രയമുള്ളതുമാണ്. വസ്തുവിനെയും ഊർജത്തെയും വിഭജിക്കാനുള്ള ശ്രമങ്ങൾ അനവധി സംശയങ്ങൾക്കും ചിന്താകുഴപ്പങ്ങൾക്കും കാരണമായിരിക്കുന്നു. ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ കണ്ടുപിടുത്തം എന്താണ്? അവരുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇതുവരെ നിലനിൽക്കുന്നതിനെ പറ്റിയാണ്. ഉദാഹരണത്തിന് ഭൂമിയുടെ ആകർഷണ ശക്തി തന്നെ എടുക്കാം. അത് സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. ആകർഷണ ശക്തിയെക്കുറിച്ചുള്ള നിയമങ്ങൾ കണ്ടുപിടിക്കാനാണ് ന്യൂട്ടൺ തുനിഞ്ഞത്. അദ്ദേഹം പുതിയതായി ഒരു പ്രതിഭാസവും കണ്ടുപിടിച്ചിട്ടില്ല. നിലവിലിരുന്ന വസ്തുത തന്നെ കണ്ടുപിടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ന്യൂട്ടൺ അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടെന്ന വസ്തുത അറിയാമായിരുന്നു. അതുപോലെ
വസ്തുവും ഊർജവും സൃഷ്ടിയുടെ കാലം മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. അവ രണ്ടിനും ഗ്രഹിക്കുന്ന മനസ്സ് മാത്രമാണ്. മനസ്സ് ഈശ്വരനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഊർജത്തിന്റെ രൂപം ആർജിക്കുന്നു. മനസ്സ് പ്രകൃതിയുടെ നേരെ തിരിയുമ്പോൾ പ്രകൃതി വസ്തുവിന്റെ രൂപം ധരിക്കുന്നു. സുഖവും ദുഃഖവും അനുഭവിക്കുന്നതിനും വസ്തുവിനെയും ഊർജത്തെയും ഗ്രഹിക്കുന്നതിനും കാരണം മനസ്സാണ്. മനസ്സിനെ ഈ ഗുണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഋഷിമാർ ഇപ്രകാരം പ്രഖ്യാപിച്ചു: മാനവരാശിയുടെ ബന്ധനത്തിനും മുക്തിക്കും ഹേതു മനസ്സാണ്. ദൃഷ്ടി കാണുന്നത് എന്നും ദൃശ്യം കാണപ്പെടുന്നത് എന്നും രണ്ടും ആശയങ്ങൾ നിലവിലുണ്ട്. കാഴ്ചശക്തി കൊണ്ടാണ് നമുക്ക് കാണാവുന്ന വസ്തുക്കൾ കാണുവാൻ സാധിക്കുന്നത്. വസ്തുക്കൾ അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൃഷ്ടിയും ദൃശ്യവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഇന്ന് നാം ദൃഷ്ടിയെ ദൃശ്യത്തിൽ നിന്നും വേർതിരിക്കുന്നത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. ദൃഷ്ടിയും ദൃശ്യവും ഒന്നായിരിക്കണം. അനേകത്തിൽ ഏകം. എന്താണ് പവിത്രം? ഇതിനെ ശക്തി, ഊർജം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പവിത്രം എന്നാൽ മനുഷ്യനിലെ ആഗ്രഹശൂന്യമായ അവസ്ഥയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ ദുഃഖവും ഒരു നിഴൽ പോലെ അവയെ അനുഗമിക്കുന്നു. മനസ്സാണ് ആഗ്രഹങ്ങൾക്കും പവിത്രതയ്ക്കും കാരണം. വേദങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്: ഞാൻ ഏകമാണ്, ഞാൻ അനേകമാകും. ഈ ഏകം തന്നെയാണ് അനേകമായിരിക്കുന്നത്. ഈ ഏകത്വമാണ് നാനാത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ 3 ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്: സജാതീയം, വിജാതീയം, സ്വഗതഭേദം. സജാതീയം: മനുഷ്യർ രൂപത്തിലും സ്വഭാവത്തിലും പലവിധത്തിലും വിഭിന്നതെങ്കിലും അവർ മനുഷ്യജാതിയിൽ ഉൾപ്പെടുന്നു. സജാതീയം എന്നത് ജാതികളുടെ ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ വിഭിന്നതകൾ ഉണ്ടെങ്കിലും മനുഷ്യ ശരീരം മനുഷ്യർക്കെല്ലാം പൊതുവായ കാര്യമാണ്. വംശം, മതം, വർഗം, ഭാഷ, സമുദായം എന്നിവയൊന്നും മനുഷ്യന്റെ ഏകത്വത്തെ ബാധിക്കുകയില്ല. ഇതാണ് സജാതീയം. ഒരേ ജാതിയിൽ ഉൾപ്പെടുക എന്നത്. ഒരാൾ അമേരിക്കക്കാരനാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും ഭാരതീയനാണെങ്കിലും അയാൾ ഒരു മനുഷ്യനാണ്. വിജാതീയം എന്നത് വിവിധ ജാതികളെ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യനും ഒരു വൃക്ഷവും തമ്മിൽ പൊതുവായി യാതൊന്നുമില്ല. വൃക്ഷം മനുഷ്യന്റെ ജാതിയിൽ പെടുന്നില്ല. വൃക്ഷങ്ങൾക്കിടയിൽ എണ്ണമറ്റ വൈവിധ്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ അവയെല്ലാം തന്നെ സസ്യവർഗത്തിൽ പെടുന്നു. മനുഷ്യവർഗവും വൃക്ഷങ്ങളുടെ വർഗവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെയാണ് വിജാതീയം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്വഗതഭേദം: ഈ പദം നിർവഹണപരമായ വേർതിരിക്കലിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മനുഷ്യന് കൈകൾ, കാലുകൾ, കാതുകൾ ശരീരത്തിൽ തന്നെയുണ്ട്. രക്തം ഒന്നു തന്നെയാണ്. ഹൃദയം ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോ അവയവവും അതിന്റെ പ്രത്യേകമായ പ്രവൃത്തി മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ണുകൾ കാണുവാൻ മാത്രമേ കഴിയൂ, കേൾക്കാൻ സാധിക്കില്ല. കാതുകൾ കേൾക്കുവാനേ കഴിയൂ, കാണുവാൻ സാധിക്കില്ല. ഒരേ ശരീരം തന്നെയാണെങ്കിലും ഓരോ അവയവവും അതിൻ്റെതായ പ്രവൃത്തി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ നിർവഹണപരമായ വേർതിരിക്കലിനെയാണ് സ്വഗതഭേദം എന്ന് പറയുന്നത്. ഈശ്വര ശക്തി അനിർവചനീയമാണ്. ഇന്നത്തെ ശാസ്ത്രജ്ഞർ എണ്ണമറ്റ സംഗതികൾ നേടിയെടുക്കുന്നു. പക്ഷെ മനുഷ്യ ജീവിയിൽ നിലനിൽക്കുന്ന ഈശ്വര ശക്തിയെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഭൂമി ഒന്നാണ്. ഒരു നാരകക്കുരു നടുമ്പോൾ ഉണ്ടാകുന്ന നാരകത്തിലെ നാരങ്ങയ്ക്ക് പുളിരസമാണ്. മാങ്ങാണ്ടിയിൽ നിന്നും മുളച്ചു വലുതാവുന്ന മാവിലെ മാമ്പഴത്തിന് നല്ല മധുരമായിരിക്കും. ഒരു വേപ്പിൻ കുരുവിൽ നിന്നുണ്ടാകുന്ന വേപ്പ് മരത്തിന്റെ ഫലത്തിന് കയ്പ് രസമായിരിക്കും. മണ്ണ് ഒന്നു തന്നെയാണെങ്കിലും വിവിധ വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന പഴങ്ങൾക്ക് വിവിധ സ്വാദുകളായിരിക്കും. അതുപോലെ എല്ലാ മനുഷ്യരെയും ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ തുടങ്ങിയ ധാതുക്കളാൽ സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിലും മാനസിക പ്രകൃതത്തിലും മറ്റു ഗുണങ്ങളിലും വ്യക്തികൾ വ്യത്യസ്തരായിരിക്കുന്നു. ഈ എണ്ണമറ്റ വിഭിന്നതകൾക്ക് എന്താണ് കാരണം? ഉൽപ്പത്തി സംബന്ധമായ ഈ വിഭിന്നതകൾക്ക് പിന്നിലുള്ള ശക്തി എന്താണ്? അവയ്ക്ക് എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ വിശദീകരണം നൽകുക? ഈ അനന്തമായ വിഭിന്നതകളുടെ കാരണം മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുമ്പോൾ അവർക്ക് അവരുടെ അറിവിൽ പൂർണ്ണത നേടുവാൻ സാധിക്കും. ഈശ്വരന്റെ ശക്തികളുടെ വ്യാപ്തിയും വലിപ്പവും തീരുമാനിക്കാൻ ആർക്കും സാധിക്കുന്നില്ലതാണ് വാസ്തവം. ശാസ്ത്രം ഭാഗികമാണ്, ആധ്യാത്മികത പൂർണ്ണമാണ്. ശാസ്ത്രവും ആധ്യാത്മികവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇതാണ്. ബാഹ്യവും ഭൗതികമായ പ്രപഞ്ചത്തെ അന്വേഷിക്കുന്നതിലാണ് ശാസ്ത്ര താല്പര്യം കാണിക്കുന്നത്. ആധ്യാത്മികതയായിട്ട് ഈശ്വരന്റെ ആന്തരിക കർമ്മപദ്ധതികളെ അന്വേഷിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു. ബാഹ്യ വീക്ഷണമുള്ള ആളാണ് ശാസ്ത്രജ്ഞൻ. ഒരു യോഗിക്ക്, സിദ്ധന് ആന്തരിക വീക്ഷണമാണ് ഉള്ളത്. ശാസ്ത്രസത്യവും ആധ്യാത്മിക സത്യവും തമ്മിലുള്ള വ്യത്യാസത്തിന് ഒരു ഉദാഹരണം ഇവിടെ പറയാം. നിങ്ങൾ ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പൂർണ്ണ വൃത്തത്തെ പൂർണ്ണം എന്ന് വർണ്ണിക്കുന്നു. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാധായ പൂർണ്ണമേവമാവശ്യതേ. അത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്താലും പൂർണ്ണം പിന്നെയും നിലകൊള്ളുന്നു. ഈ പൂർണ്ണവൃത്തം ആധ്യാത്മികതയെ പ്രതിനിധീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ആദ്യവും അന്ത്യവും ഒന്ന് തന്നെയാണ്. ആധ്യാത്മികയ്ക്ക് ആദ്യമെന്നോ അന്ത്യമെന്നോ ഉള്ള വ്യത്യാസമില്ല. ആധ്യാത്മ്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആദ്യവും അന്ത്യവുമില്ലാത്ത എന്നാണ്. ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വൃത്തത്തെ 2 ഭാഗമായി മുറിക്കണം. ഇടതുവശത്തെ അർത്ഥവൃത്തം ഇംഗ്ലീഷിലെ സി പോലെയാണ്. സി എന്നാൽ ശാസ്ത്രം എന്നാണ്. അതായത്
അത് ഒരു ബിന്ദുവിൽ മറ്റൊരു ബിന്ദുവിൽ അവസാനിക്കുന്നു. ഈ രണ്ട് ബിന്ദുക്കളുടെ ഒരു വലിയ വിടവുണ്ട്. ആ വിടവിനെ മികവചാരം എന്ന് വിളിക്കും. അത് അപ്രാപ്യവും അദൃശ്യവും ദുർഭാഗ്യവുമാണ്. സായിരാം. നീ കണ്ണ നീ അനുഭവങ്ങൾ പറഞ്ഞോളൂ. സ്വാമിയുടെ അടുത്ത് എത്തിയതും സ്വാമിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. പ്രേം സായി, കാഞ്ഞങ്ങാട് സമിതി, കാസർഗോഡ് ജില്ല. ഭഗവാന്റെ അനുഗ്രഹത്തിൽ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ എന്ന പൊസിഷനും കിട്ടിയിട്ടുണ്ട്. പ്രൊഫഷണലി സിസ്റ്റം എഞ്ചിനീയർ ആണ്. ഓം ശ്രീ സായിരാം. ഞാൻ ഇവിടെ രണ്ട് അനുഭവങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പേ എന്നെ ഞാനാക്കി മാറ്റി എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരായിരം നന്ദി. പിന്നെ എന്നെ ഈ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് എത്തിക്കാൻ തന്ന ഭഗവാനും ഒരായിരം നന്ദി. പിന്നെ ഇവിടെയുള്ള എല്ലാ യൂത്ത് എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ യൂത്തിനും, അതേപോലെ സ്പെഷ്യൽ താങ്ക് ടു ബാലേട്ടൻ, അരവിന്ദേട്ടൻ, നമ്മളെ സതീഷ് കുമാർ സാറിനും പിന്നെ പ്രേമാൻഡിക്കും ഒരു സ്പെഷ്യൽ താങ്ക്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ വിട്ടുപോയെന്നല്ല, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാണ്. സായിരാം. ആദ്യം ഞങ്ങള് ഒരു 2000-2001 കാലഘട്ടത്തിൽ ഞങ്ങള് വീട് പണിയായിട്ട് മുന്നോട്ട് പോവായിരുന്നു. അപ്പം വീടിന് വേണ്ട ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങിക്കാൻ ബാംഗ്ലൂർ ആണ് ചൂസ് ചെയ്തത്. ആ സമയത്ത് അവിടെയാണ് കുറച്ചുകൂടി ചീപ്പ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരേക്ക് പോയി, ഭഗവാന്റെ വൈറ്റ് ഫീൽഡിൽ പോയി ദർശനമൊക്കെ കിട്ടി. പിറ്റേ ദിവസം നമ്മൾ വാങ്ങിക്കാൻ, അതായത് ഇലക്ട്രിക്കൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ ഒരു ഷോപ്പിൽ പോവായിരുന്നു. അപ്പം നാട്ടിൽ നിന്നുള്ള കുറച്ച് കോസ്റ്റ്ലി ആയ ബാഗുകളാണ് ഞങ്ങൾ അതിനുവേണ്ടി കൊണ്ടുവന്നത്. എന്താ വെച്ചാൽ അവിടുന്ന് ബാഗ് വാങ്ങിക്കാൻ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ പല റിലേറ്റീവ്സിന്റെയും നൈബേഴ്സിന്റെയും വീട്ടിൽ നിന്ന് ബാഗുകൾ എടുത്തിരുന്നു. അത് അന്ന് തന്നെ അതൊരു 3000-4000 രൂപയുള്ള, അതായത് 2001 കാലഘട്ടത്തിൽ തന്നെ 2000 മുതൽ 3000 വരെയുള്ള ബാഗുകളായിരുന്നു. അപ്പം അത് ഓട്ടോയിൽ വെച്ചു. ഞങ്ങള് അതായത് അമ്മയുടെ കസിന്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടെ. അപ്പൊ അവിടെ തന്നെ ഓട്ടോ വിളിച്ചു. ആ ഓട്ടോയിൽ ബാഗൊക്കെ കയറ്റി നമ്മൾ അങ്ങ് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്കായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പം ആകെ 4 പേര് ഇരുന്നപ്പം 5 പേര് ഇരുന്നപ്പോൾ കൺജസ്റ്റഡ് ആയി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ബാഗ് എടുത്ത് ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്ത് ബാക്കിലേക്ക് വെച്ചു, വണ്ടിയുടെ ഓട്ടോയുടെ ഡിക്കിൽ വെച്ചു. എന്നിട്ട് അവിടെ എത്തി നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ബാഗ് ഇവിടെ നോക്കുമ്പോൾ ആ ബാഗ് കാണാനില്ല. അപ്പാണ് ഞാൻ ഓർത്തത്, അന്ന് ഞാൻ 8ാം ക്ലാസ് അല്ല 7ാം ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ആ ബാഗ് ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറയും ചെയ്തിരുന്നു, നീ അവിടെ എത്തുമ്പോൾ ഓർത്ത് മുന്നിലെ ഷോപ്പിലേക്ക് എടുക്കണേന്ന്. ഞാൻ മറന്നും പോയി. അപ്പം എല്ലാം പ്രശ്നമായി. അതായത് അവിടെ ഇനി ഒരു പുതിയ ബാഗ് വാങ്ങിക്കുക, വീണ്ടും അതിന്റെ ചെലവ് എക്സ്ട്രാ, എല്ലാം കൂടി എന്താ പറയാ, ആകെ നമ്മളെല്ലാം ഡെസ്പായി എല്ലാവരും. ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോയല്ലോ, ഭഗവാനെ തലേദിവസം കണ്ടതേ ഉള്ളൂ, ഇന്നെത്തുമ്പോഴേക്ക് ഇങ്ങനൊരു അവസ്ഥ. എല്ലാവരും പറയും ബാംഗ്ലൂർ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുന്ന ഒരു പ്രതീക്ഷയെ വേണ്ട. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എല്ലാം നെഗറ്റീവായി. ഏട്ടൻ എന്നെ ചീത്ത പറയാൻ തുടങ്ങി, അച്ഛനമ്മയൊക്കെ ആകെ സങ്കടമായി. അമ്മയുടെ കസിനും കൂടി ഉണ്ടായിരുന്നു കൂടെ. അപ്പം അവരൊരു വേർഡ് പറഞ്ഞു, നിങ്ങൾ സായിബാബ ഭയങ്കര ശക്തിയുള്ള ആളല്ലേ, ഒരു ബാഗെല്ലാം എത്തിക്കാൻ പറ്റൂലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ നമുക്ക് കൂടുതൽ സങ്കടം. എന്ന് വെച്ചാൽ ഭഗവാന്റെ ശക്തിയെ തെളിയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള മൂടന്നെ പോയി. എന്നാലും നമ്മൾ വേണമല്ലോ, വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സങ്കട കടലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കോൾ വന്നു. അതായത് അമ്മേന്റെ കസിന്റെ വൈഫ് വിളിച്ചിട്ട് പറയാ, ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ബാഗൊക്കെ മിസ്സായ ബാഗൊക്കെ തന്നിട്ടുണ്ട് എന്ന്. ഞങ്ങൾ ആകെ ഷോക്കായി പോയി, ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത്, അയാള് ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് പോയി അയാളുടെ വീട്ടിലേക്ക്. അതായത് ഓട്ടോ കിട്ടി അയാളുടെ വീട്ടിലേക്ക് പോയി. ഉച്ചഭക്ഷണ സമയത്ത് അയാൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 3-4 ബാഗ് കണ്ടു. അപ്പൊ അയാൾക്ക് ആ സമയത്ത് മനസ്സിലായി, ഈ വന്ന ബാഗ് ഇവിടെ 3-4 മലയാളീസ് കയറിയ അതേ വീട്ടിൽ നിന്നാണെന്ന്. അയാൾക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നാനും അയാള് ആ 25 കിലോമീറ്റർ ഓടിച്ച് നേരെ കോർമംഗല എന്ന സ്ഥലത്തിന്റെ പേര് വീടുള്ള അവിടെ എത്തി ആ ബാഗ് തിരിച്ചു കൊടുത്ത് ആ ഓട്ടോയ്ക്കുള്ള ചാർജ് മാത്രം അയാൾ വാങ്ങിച്ചിട്ടു. അപ്പം ഈ അനുഭവം കേട്ടിട്ട് ഈ സിറ്റുവേഷനിലൂടെ കടന്നു ഞങ്ങൾ ആകെ ആക്ച്വലി ഷോക്കായി പോയി. അതായത് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു, അതായത് ബാംഗ്ലൂരിൽ ഒരു സാധനം നഷ്ടപ്പെട്ടാൽ കിട്ടില്ല, അങ്ങനെയാണ് അതിന്റെ. അപ്പൊ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. രണ്ടാമത്തെ അനുഭവം അതൊരു 2004 ഞങ്ങൾ വീട് കൂടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പം, അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പം ഭഗവാന്റെ വിഭൂതി വീട്ടിൽ വന്നു. അതിന് ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പ് നമ്മളെ ഇവിടെ തന്നെ പ്രഭാകരേട്ടന്റെ അമ്മമ്മേന്റെ വീട്ടിൽ വിഭൂതി വന്നു തുടങ്ങിയിരുന്നു. അപ്പൊ നമ്മൾ പറയായിരുന്നു, അവിടെയൊക്കെ വന്നു, അവരൊക്കെ എന്തൊരു ഭാഗ്യവന്മാരാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഇടയ്ക്ക് ഞാൻ ആ സമയത്ത്
ഭഗവാന്റെ സുപ്രഭാതൊക്കെ ചൊല്ലാറുണ്ട്, സായി ഗായത്രി ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചൊല്ലുമ്പം ഞാനിങ്ങനെ ഓരോ ഇങ്ങനെ പൊടി ഇങ്ങനെ വരുന്നുണ്ട് ചില ഫോട്ടോയില്. പ്രത്യേകിച്ച് സ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ, ചെറിയൊരു ഫോട്ടോ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ തുടച്ചു കളയും. ഞാൻ വിചാരിക്കും ഇങ്ങനെ വിഭൂതിയൊക്കെ അറിയാണ്ട് അതിൽ തെറിക്കുന്നതായിരിക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. വിഭൂതി നമ്മളെ വീട്ടിൽ വരുമോ എന്നുള്ളൊരു ചിന്തയില്ല. അപ്പം അങ്ങനെ 2 ദിവസമായി. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ എനിക്ക് ശരിക്കും സംശയം വന്നു, ഇതൊരു വിഭൂതി മാനിഫെസ്റ്റേഷൻ തന്നെയാണോ എന്നൊരു ഡൗട്ട് വന്നു. അങ്ങനെ ഞാൻ അമ്മേനോട് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കും അങ്ങനെ അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, വീട്ടിൽ വിഭൂതിയൊക്കെ വരിക. അങ്ങനെ നമ്മൾ 1-2 ദിവസം നോക്കുമ്പോൾ മെല്ലെ ആ വിഭൂതിന്റെ എന്താ പറയാ അതിങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഓരോ ഫോട്ടോയിലും, ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ ഫോട്ടോയില് വലിയ നാരായണന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതിൽ ഫുള്ളായി. കൃഷ്ണന്റെ ഫോട്ടോ, അതേപോലെ മുത്തപ്പന്റെ ഫോട്ടോ, എല്ലാം എന്തൊക്കെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ നിറഞ്ഞു. അത് മാത്രം ഞങ്ങളതിലൊരു ജീസസ്, അള്ളാഹു, ഗണേശന്റെ ഒരു ഫോട്ടോയും കൂടി ഉണ്ട്, അതിലും വന്ന് നിറയാൻ തുടങ്ങി. പിന്നെ അഷ്ടമംഗലം വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ കിണ്ടി അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു അഷ്ടമംഗലം ഇല്ലേ, അതിലൊക്കെ വിഭൂതി വന്ന് നിറയാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസത്തോളം അതിങ്ങനെ എന്താ പറയുക, വിഭൂതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു നാരങ്ങ വലിപ്പത്തിലൊക്കെ വരുന്നു. രാത്രിയാകുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു വന്ന് രാവിലെ ആകുമ്പോൾ പൊടി വീഴും. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അമ്മ നല്ലോണം ബാലികാസ് ക്ലാസ് ഒക്കെ എടുക്കുകയായിരുന്നു. അതിന്റെ ഒരു സ്വാമി വിസിറ്റിംഗ് കാർഡാണ്, അതാണ് ഞങ്ങൾക്ക് തന്നതെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷമാണ് അച്ഛൻ വെജിറ്റേറിയൻ ആയതും, അതേപോലെ നമ്മുടെ വീട്ടിൽ ഡെയിലി ഭജൻസ് നടത്താൻ തുടങ്ങിയതും, അതോടെ അച്ഛൻ ഭജനയ്ക്ക് പോകാൻ തുടങ്ങിയതും. അപ്പം സ്വാമി ഒരു കണക്ഷൻ ഇട്ട് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ എന്നാൽ ഞാൻ ബാംഗ്ലൂരിലും ഇടയ്ക്കിടയ്ക്ക് സമിതിയിലും നാരായണ സേവയ്ക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് കാരണം നാട്ടിൽ വരേണ്ടി വന്നു. അപ്പം കൂടുതൽ ഭഗവാന്റെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. എപ്പോഴും ഭഗവാനായിട്ട് ഒരു കണക്ഷൻ, അതായത് നാരായണ സേവയായാലും സ്വാമിയുടെ എല്ലാ വർക്കും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. സ്വാമി എപ്പോഴും കണക്റ്റഡ് ആണെന്നുള്ള ഒരു ഫീൽ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൂടെയുള്ള യൂത്ത്, ഇപ്പോൾ ഒരു യൂത്ത് ഒരു 10 പേരേ ഉള്ളൂവെങ്കിലും ആ 10 പേരും എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വരാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്താൽ അതിന് റെഡിയാണ് ആൾക്കാർ. അങ്ങനെ ഭഗവാൻ അതിനുള്ള അവസരം തന്നു. അതിന് 1000 നന്ദി. ഇങ്ങനൊരു പ്രോഗ്രാം തുടങ്ങി വെച്ചതിലും ഇത് വളരെ നന്നായി കണ്ടിന്യൂ ചെയ്യുന്നതിലും വത്സല മാമിന് വളരെ നന്ദി. താങ്ക് യു. സായിരാം. സായിരാം. അപ്പൊ പ്രസന്റേഷൻ ചെയ്തോളൂ സ്വാമിയുടെ. ఇక్కడ ఈశ్వరత్వం అనగా ఏమిటి? వాట్ డు యు మీన్ బై ద ప్రిన్సిపల్ ఆఫ్ ఈశ్వర? ఈశ్వరే సర్వభూతానాం హృద్దేశో అర్జున తిష్టతి అనింది గీత. అనగా ఈశ్వరుడు అనగా హృదయుడు అని, హృదయేశుడు అని పేరు. దట్ మీన్స్ Gita has declared that Ishvara resides in everyone's heart. సర్వర హృదయంలో కూడాను ప్రకాశింపచేసేటువంటి వాడు. He is the one who makes every heart shine. కనుక అందరి హృదయం నందు కూడాను ఈశ్వరత్వం అనేటువంటి యొక్క దివ్య శక్తి ఉంటున్నది. The power and the principle of Ishvara is residing in everyone. ఈ హృదయం అనే స్థితులంతా కూడాను ఆత్మ అని పిలుస్తూ వచ్చింది. Another name given for this Ishvara is Atma. ఈ హృదయం నుంచినే తలంపు అనగా మనస్సు అనేటువంటిది ఆవిర్భవిస్తూ వచ్చింది. From this heart has come the mind. ఈ మైండే విష్ణు తత్వము అని. This mind may be compared to Vishnu Tattva. విష్ణు అనగా సర్వవ్యాపకుడు అని దీని యొక్క అర్థము. Vishnu refers to an all-pervasive entity. కనుక మనస్సు కూడాను మనోమూలం విధం జగత్, జగత్తంతా వ్యాపించినటువంటిది మనస్సే. మైండ్ ఇస్ ఆల్ పర్వేసివ్, ఇట్ కెన్ బి ఫౌండ్ ఎవ్రీవేర్ ఇన్ ద వరల్డ్. కనుక ఈ మనస్సునికే విష్ణుత్వము అనేటువంటి పేరు. దట్ ఈస్ వై మైండ్ హస్ బీన్ గివెన్ ద నేమ్ ఆఫ్ విష్ణుత్వ. ఈ విష్ణువు నాభి నుండి ఉద్భవించినటువంటి వాడు బ్రహ్మ అని ప్రజల యొక్క విశ్వాసం. పీపుల్ బిలీవ్ దట్ బ్రహ్మ హస్ టేకెన్ హిస్ బర్త్ ఫ్రమ్ ద నేవల్ ఆఫ్ విష్ణు. అనగా ఈ మనస్సు నుండి ఆవిర్భవించినటువంటిదే వాక్కు. వాక్కే బ్రహ్మస్వరూపము. This word has taken its birth from the mind and that is equivalent to Brahma Tattva. కనుకనే బ్రహ్మకు శబ్ద బ్రహ్మమయి, చరాచరమయి, జ్యోతిర్మయి, వాంగ్మయి, నిత్యానందమయి, పరాత్పరమయి, మాయామయి, శ్రీమయి అని వాక్కులకు బ్రహ్మతత్వంగా పోల్చుకుంటూ వచ్చారు.
This Brahma Tattva has been described as the very embodiment of the sound, and sound in all its forms, in all its manifestations, in all its descriptions. కనుక ఈశ్వర విష్ణు బ్రహ్మానగా ఏమిటి? హృదయమే ఈశ్వరుడు, మనసే విష్ణువు, వాక్కే బ్రహ్మ. What do you mean by Ishvara, Vishnu and Brahma? Ishvara is heart, Brahma is mind, and Vishnu is mind, and Brahma is word, walk. ఈ మూడింటి యొక్క సమ్మిళితమైనటువంటి స్వరూపమే దివ్యత్వమైనటువంటి ఆత్మతత్వం. If you bring all these together and combine them, that is the very nature of Brahma Tattva. കണ്ണാ പാടിക്കോളൂ ഭജന. വീഡിയോ കോൾ ഓൺ ആക്കണോ? ചന്ദ്രവദന കമലനയന ചന്ദ്രവദന കമലനയന നാരായണ ഹരിനാരായണ നാരായണ ഹരിനാരായണ അനന്തശയന ദീനശരണ്യ അനന്തശയന ദീനശരണ്യ നാരായണ ഹരിനാരായണ നാരായണ സായി നാരായണ ചന്ദ്രവദന കമലനയന ചന്ദ്രവദന കമലനയന നാരായണ ഹരിനാരായണ നാരായണ ഹരിനാരായണ അനന്തശയന ദീനശരണ്യ അനന്തശയന ദീനശരണ്യ നാരായണ ഹരിനാരായണ നാരായണ സായി നാരായണ ചന്ദ്രവദന കമലനയന. സായിരാം. സായിരാം. സായി ഉപമ. മൗനം ജ്ഞാനികളുടെ അഥവാ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരുടെ ഭാഷയാണ്. സംഭാഷണത്തിൽ മിതത്വം പാലിക്കുക. അത് നിങ്ങൾക്ക് പല വിധത്തിലും സഹായകമാകും. അത് പ്രേമം വളർത്തുന്നു. എന്തെന്നാൽ അശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നാണ് തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. ഒരു കാല് തെറ്റിയാൽ ഉണ്ടാകുന്ന മുറിവ് സുഖപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ നാവിന്റെ പിഴവ് കൊണ്ടുണ്ടാകുന്ന ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവ് ജീവിതകാലം മുഴുവനും ഉണങ്ങാതെ നിൽക്കും. നാവ് 4 വലിയ തെറ്റുകളാണ് ചെയ്യുന്നത്. അസത്യം പറയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, പരനിന്ദ ചെയ്യുക, അമിത സംഭാഷണം എന്നിവയാണ് ആ 4 തെറ്റുകൾ. വ്യക്തിക്കും സമൂഹത്തിനും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇവ 4ഉം നിരാകരിക്കണം. മിതവും മധുരവുമായ സംഭാഷണം കൊണ്ട് സാഹോദര്യത്തിന് കെട്ടുറപ്പുണ്ടാകുന്നു. അതുകൊണ്ട് ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മൗനം ഒരു വ്രതമായി ആചരിക്കുന്നതിന് സാധകനെ ഉപദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആത്മീയ പാതയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അതിനാൽ മൗനാചരണം തന്നെ അച്ചടക്കം നിങ്ങൾ വളരെ അധികം അമൂല്യമായി കരുതി അത് പരിശീലിക്കുവാൻ ശ്രമിക്കണം. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണ സായിരാം. താങ്ക് യു ഫോർ ജോയിനിങ്. നാളെ തൊട്ട് നമ്മുടെ എല്ലാ കുട്ടികളും ഇതുപോലെ അവനവന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. സ്വാമിയോട്